ഒരു വ്യക്തിയുടെ വാക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആളെ സ്നേഹിക്കണോ അല്ലെങ്കിൽ ആളെ വെറുക്കണോ എന്ന് നമുക്ക് മനസ്സിലാകും. ആ വാക്കാൽ തന്നെ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. പ്രവൃത്തി പോലെ തന്നെ നമ്മുടെ കൂട്ടുകെട്ട് പോലെ തന്നെ വാക്കും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ബോധ്യപ്പെടേണ്ടത്. നമ്മുടെ വാക്ക് യേശുവിൻ്റെ വാക്ക് പോലെയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ കുറേ പറഞ്ഞു, കുറേ കൊടുത്തു, വായടച്ച് കൊടുത്തു എന്ന് പറയും. യേശു അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. എൻ്റെ വാക്ക് മറ്റുള്ളവർക്ക് സ്നേഹം പകരുന്നതാണ്, ആശ്വാസം പകരുന്നതാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്രയേ ഉള്ളൂ, ഓരോ ദിവസവും ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ മുറിപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ മുറിപ്പെടുത്തുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വാക്കുകളെല്ലാം സംസാരിക്കുന്നു. ഭർത്താവ് ഭാര്യയെ മുറിപ്പെടുത്തുമ്പോൾ, ഭാര്യ ഭർത്താവിനെ മുറിപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുമ്പോൾ ഇപ്പോഴിങ്ങനെ ചൊറിയുന്നൊരു സംസ്കാരം, ഈ ഒരു കടിത്തുമ്പ സംസ്കാരം എന്ന് പറയും. ചില ചെടികൾ, ആ ചെടികളുടെ അടുത്ത് പോയി കഴിയുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കടിക്കും, പെട്ടെന്ന് ശരീരത്തിൽ അതിൻ്റെ ഭാവങ്ങൾ ഇങ്ങനെ പകരും. അതുപോലെയാ ചിലവരരുകി പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ തന്നെ, ഈ കൊണിച്ചം പറയുന്നൊരു വാക്ക് അത് ഇവിടെ പറയാൻ പാടില്ല. ഇതുപോലത്തെ കാര്യങ്ങൾ സംസാരിക്കുള്ളൂ. നല്ലൊരു വാക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു വിഷം അതിലേക്ക് കൊണ്ടിടും, അതിനിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കുക, കർത്താവ് തന്നെ പറയുന്നു, നിന്നെ തിരിച്ചറിയുന്ന നിന്റെ വാക്കാണ്. എന്നെപ്പോലെ നിനക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവ് ഒരു വാക്ക് ഉച്ചരിച്ചു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതിൻ്റെ ശരീരമാണ്. ഇതുപോലെ മറ്റുള്ളവർക്ക് നല്ല വാക്കുകൾ പറയാൻ, ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ നന്മ നിറഞ്ഞ വാക്കുകൾ സംസാരിക്കാൻ, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ സംസാരിക്കാൻ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ നന്മ നേരുന്ന വാക്കുകൾ സംസാരിക്കുന്ന വ്യക്തികളായിട്ട് മാറട്ടെ. ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ വീണ്ടും നമ്മൾ പഴയ കാര്യങ്ങൾ പറഞ്ഞ്, വീണ്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തി, വീണ്ടും വീണ്ടും ഇങ്ങനെ ചൊറിഞ്ഞുന്ന വാക്കുകളെല്ലാം സംസാരിക്കുന്ന നല്ല വാക്കുകൾ സംസാരിക്കാൻ സാധിക്കട്ടെ.